എല്ലാ PVN ശ്രോതാക്കൾക്കും എൻ്റെ ധന്യമായ നമസ്കാരം. ഇന്ന് ഞാൻ അല്പം ചിന്തിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് ഗോമാത അഥവാ ഗോമാതാവിനുള്ള പ്രാധാന്യം എന്താണ് അല്ലേ? ചില പുരാതന കാലം തൊട്ട് ഭാരതത്തിൽ പശുക്കളെ ആരാധിച്ചു പോരുന്നു. ഏതാണ്ട് 5000 ചില്ലാൻ വർഷം അപ്പുറമുള്ള നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം ഈ പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു. അന്ന് ജാതിയോ മതമോ അല്ലെങ്കിൽ മതസ്പർദ്ധകളോ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഗോമാത അല്ലെങ്കിൽ പശുവിനെ ഒരു മാതാവായി പരിഗണിച്ചു പോന്നിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് പശുവിനെ ഒരു മാതാവായിട്ട് പരിഗണിച്ച് പോരാനുള്ള കാരണം? എന്താണ് പശു എന്ന മൃഗത്തിനുള്ള ദിവ്യമായ പ്രത്യേകത? അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കുന്നത്. കുറച്ച് ദിവസമായി ഒരു സ്പിരിച്വൽ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. നമ്മൾ പലവിധ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് PVN ക്ലബിൽ. ഇന്ന് ഒരു ഗോമാത അഥവാ ഇമ്പോർട്ടൻറ്റ് ഓർ ദ ഗ്ലോറീസ് ഓഫ് കൗസ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ പശുക്കൾക്കുള്ള ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം, അത് എന്ന് തൊട്ടാണ് ആരംഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാലോ എന്ന് തീരുമാനിച്ചു. നോക്കൂ, ഏതാണ്ട് 5000 ചില്ലാൻ വർഷം അപ്പുറം പഴക്കമുള്ള മഹാഭാരത ഇതിഹാസത്തിൽ ആണ് ഈ ഗോമാതാവിനെ കുറിച്ച് അന്ന് BJP അന്നിങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസുകളോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഇതെല്ലാം ചില പ്രത്യേക പാർട്ടികളുടെ കുത്തകയാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അല്ല. കാരണം ആ കാലത്ത് ഈ ഗോമാതാ പൂജയൊക്കെ തുടങ്ങിയ കാലത്ത് ഇന്ന് പറയപ്പെടുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മതപരമായ പാർട്ടികളും ഒന്നും ഡെവലപ്പ് ചെയ്യാത്തൊരു കാലത്താണ്. അപ്പം മഹാഭാരത ഇതിഹാസത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ യുധിഷ്ഠിര മഹാരാജാവ് മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് മനഃശാന്തിക്കായിട്ട് ശ്രീകൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് സരസയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ ഗ്രാൻഡ് ഷെയർ ആയിരുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് യുധിഷ്ഠിര മഹാരാജാവ്. അവിടെ വെച്ച് കുറേ തത്വോപദേശങ്ങൾ നൽകുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിന്. അവിടെ യുധിഷ്ഠിരൻ പലവിധ സംശയങ്ങൾ ചോദിക്കുന്നു. അവിടെ ഭീഷ്മർ പറഞ്ഞു തുടങ്ങുന്നു, നാരായണം നമസ്കൃത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതിന്. അതായത് സാക്ഷാൽ നാരായണനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനെ വണങ്ങിക്കൊണ്ട് ഞാൻ ചില തത്വോപദേശങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ പെട്ട ഒന്ന് തന്നെയാണ് ഗ്ലോറീസ് ഓഫ് കൗസ് അഥവാ പശുക്കളെ കുറിച്ചുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് ഭീഷ്മപിതാമഹൻ വളരെ വിശാലമായി പറയുന്നുണ്ട്. അങ്ങനെ വിശാലമായിട്ട് നമുക്ക് പറയാൻ വീഡിയോയിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ട് അതിന് സംക്ഷിപ്തമായിട്ടാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. ഭീഷ്മർ പറയുന്നു, അല്ലയോ യുധിഷ്ഠിര, ഈ ഗോക്കളുടെ പ്രാധാന്യം ശബരിവർ എല്ലായിടത്തും ഉണ്ട്. യസ്യ ശ്രവണമാത്രേണേ സർവപാപ പ്രമുച്യതി എന്നാണ്. ഇതിൻ്റെ ഗോമാത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നാം ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും ഇല്ലാതാവും എന്നാണ് പറയുന്നത്. യസ്യ ശ്രവണമാത്രേണ സർവപാപ പ്രമുച്യതി, എല്ലാ പാപങ്ങളും പമ്പ കടക്കുമെന്ന്. ഓഹോ, അങ്ങനെയാണോ അല്ലേ? അത് മനസ്സിലാക്കിയ ആര്യശ്രേഷ്ഠ വർഗ ജനവിഭാഗങ്ങൾ അന്ന് തൊട്ട് ഈ പശുവിനെ ഒരു ദേവതയായി ആരാധിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പശുവിനെ കേവലം അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം പശു അല്ലെങ്കിൽ ഗോ എന്ന് കേൾക്കുമ്പോഴേ അപ്രത്യക്ഷമാകുമ്പോൾ അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്കറിയാം, ഇന്ന് ഭാരതത്തിൽ വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിരാവിലെ പശുക്കളെ കുളിപ്പിച്ച് ഒരു മാലയെല്ലാം ചാർത്തി പൂജിക്കുന്ന സമ്പ്രദായമെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും കേരളത്തിൽ അത്ര തന്നെ ഇല്ല. കേരളത്തിൽ പശുവിനെ പൂജിക്കുന്ന കേട്ടാൽ വിരൽ പിടിക്കുന്ന കുറേ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടെ ഗ്ലോറീസ് ഓഫ് കൗസ് നമുക്ക് വി ക്യാൻ തിങ്ക് ഇൻ ഡിഫറെൻ്റ് ആംഗിൾ, പല ആംഗിളിൽ ചിന്തിക്കാം. ഫ്രം സ്പിരിച്വൽ ആംഗിളിൽ ചിന്തിക്കാം, ഫ്രം സോഷ്യൽ ആംഗിളിൽ ചിന്തിക്കാം, ആൻഡ് ഫ്രം ഫിനാൻഷ്യൽ ആംഗിളിൽ ചിന്തിക്കാം, റിലീജിയസ് ആംഗിളിൽ ചിന്തിക്കാം. ഇവിടെ ഏത് രീതിയിൽ ചിന്തിക്കുമ്പോഴും പശുക്കൾക്ക്
മറ്റു ജീവികളിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഗവാൻ നിശ്വസിതം വേദാം എന്ന് പറയുന്നുണ്ട്. പശുക്കൾ നിശ്വസിക്കുന്നത് തന്നെ വേദമന്ത്രങ്ങളാണ് അത്രേ. അതായത് പശുക്കളുടെ ഓരോ ഇൻഹെയിൽ എക്സെയിൽ പശു പുറത്തേക്ക് വിടുന്ന ഓരോ എക്സെയിലും വേദവും അതുപോലെ 8 ഉപവേദങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വേദങ്ങൾ ചെല്ലുന്നില്ല എങ്കിലും പശുക്കൾ വേദം ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. വേദം ചെല്ലുമ്പോൾ ദിവ്യമായ പ്രാപഞ്ചിക ശക്തി ആ ജീവികളിലേക്ക് കയറി വരും എന്ന്. അത് ഒന്ന്. പിന്നെ ഒരു പശുവിൻ്റെ അംഗോപാംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളിലും ഭീഷ്മ പിതാമഹൻ പറയുന്നു, ഓരോ ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് യുധിഷ്ഠിര. അതുകൊണ്ട് ആരാധനയ്ക്കായിക്കൊണ്ട് നീ മറ്റെവിടെയും പോകേണ്ടത് ആവശ്യമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നമ്മൾ എത്ര അമ്പലങ്ങളിലാണ് തീർത്ഥാടനമായിട്ട് പോകുന്നത്. ഇവിടെയൊക്കെ പോയാലും ചെയ്തു കൂട്ടിയ പാപം ഇല്ലാതാവുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ ഒരിക്കലിന് മുമ്പേ തുളസിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതുപോലെ ഈ പശുവിനെ നമ്മൾ വെറുതെ അങ്ങോട്ട് തള്ളാനിരിക്കട്ടെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഫ്രം റിലീജിയസ് ആൻഡ് ഫ്രം സ്പിരിച്വൽ ആംഗിളിലാണ് ചിന്തിക്കുന്നത്. അത് യുക്തിസഹജമായ ഒരു സമർത്ഥിക്കലല്ല. യുക്തിസഹജമായ സമർത്ഥിക്കലിന് ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് കേവലം ഒരു വേർഷിപ്പ്, ആരാധനാ രീതിയിലുള്ള സമർത്ഥിക്കലാണ്. കാരണം എല്ലാ പശുക്കൾക്കും മിക്കവാറും 2 കൊമ്പുകളുണ്ട് അല്ലേ? ആ 2 കൊമ്പുകളിൽ അല്ലയോ, ഇത് യുധിഷ്ഠിരന്റെ ഭീഷ്മം പറഞ്ഞു കൊടുക്കുന്നതല്ല, ഞാനല്ല. അത് സ്വീകരിക്കേണ്ടവർക്ക് അതുപോലെ സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. അപ്പൊ പശുവിന്റെ ഒരു കൊമ്പില് വിഷ്ണു സ്വയം നിലകൊള്ളുന്നു. ഓഹോ, അപ്പൊ വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകണ്ടെന്നാ പിന്നെ അല്ലേ? മറ്റേ കൊമ്പില് ഇന്ദ്രൻ നിലകൊള്ളുന്നു. ഓ, ഇന്ദ്രദേവൻ അല്ലേ? അപ്പൊ 2 ദേവനായി. പശുവിന്റെ 2 ഹോൺസില് 2 കൊമ്പുകളിൽ ഒരു കൊമ്പുകളിൽ വിഷ്ണുദേവൻ. ഒരു പശുവിനെ കാണുമ്പോൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പിന്നെ പശുവിന്റെ ശിരോ ബ്രഹ്മ, തലയിൽ ബ്രഹ്മദേവൻ ഇരിക്കുന്നുണ്ട്. ആ താമരയിലിരിക്കുന്ന ബ്രഹ്മദേവൻ എവിടെ ഇരിക്കുന്നുണ്ട്? പശുവിന്റെ ശീർഷത്തിൽ ഇരിക്കുന്നുണ്ട്. ഓ, ലലാൾ. അതുപോലെ പശുവിന്റെ നെറ്റിയില് പരമശിവൻ കുടികൊള്ളുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു. നമ്മളെ ടെക്സ്റ്റുകളിൽ, ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ പുരാണ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പലതും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടെ ഇതൊക്കെ വായിച്ചു പഠിക്കാനും മനസ്സിലാക്കാനും സമയം അല്ലേ? അപ്പോൾ നെറ്റിയില് ആരായി? ശിവനുണ്ട്. ഇനിയോ 2 കണ്ണുകളിലും ശശിഭാസ്കര. 2 കണ്ണുകൾ പശുവിന്റെ കാണുമ്പോൾ അതില് സൂര്യചന്ദ്രന്മാർ കുടികൊള്ളുന്നു എന്നാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും പശുവിന്റെ 2 കണ്ണുകളിലും നിലകൊള്ളുന്നു എന്നാണ്. പിന്നെയോ ദന്തേഷു, പശുവിന്റെ പല്ലില് മരുദേവന്മാർ നിലകൊള്ളുന്നു. മരുത്തുക്കൾ കേട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോ അത് പവനദേവൻ മുതലായ ഏതാണ്ട് 49 മരുത്തുക്കളുണ്ട്. ഈ ദേവതകളൊക്കെ ഈ പശുവിന്റെ പല്ലുകളുടെ ഓരോ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഓരോരോ ഉണ്ണിയപ്പം പോലെ ഓരോ കല്ലുകളൊക്കെ അല്ല, അതൊക്കെ ഈ ദേവി ദേവന്മാരാണ്. ഇന്ദ്രൻ, ചന്ദ്രൻ, വഗ്നിയ, ഇങ്ങനെയൊക്കെയുള്ള ദേവന്മാരാണ്. അപ്പം അതിന് പ്രദക്ഷിണം വെക്കുമ്പോൾ എന്തിനാ ഇത്ര ഗതികെട്ട് രാവിലെ സമയമില്ലാത്തടത്ത് വീട്ടിൽ പശു ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമൊന്ന് കറങ്ങിയാൽ മതി എന്നേ. അപ്പോൾ ഈ എല്ലാ ദേവന്മാരും ദേവിമാരും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ച് നോക്കൂ. അതാണ് ഡിവിനിറ്റി ഓഫ് കൗസ് എന്നുള്ളത്. അപ്പോൾ പല്ലുകളിൽ ഇങ്ങനെ 49 മരുത്തുക്കൾ അല്ലെങ്കിൽ മരുദേവദാസുകളുണ്ട് എന്ന് പറയുന്നു. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പശുവിന്റെ ശരീരം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഉദരത്തിൽ, അതായത് ഭൂമിദേവി നിലകൊള്ളുന്നു എന്നാണ്. എന്നാണ് പശുവിന്റെ വയറില് ഭൂമിദേവി നിലകൊള്ളുന്നു എന്ന്. പിന്നെ പൃഷ്ഠെ, അതായത്
പശുവിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാ നക്ഷത്രഗോളങ്ങളും നിലകൊള്ളുന്നു. ഒരു ആകാശമായി ചിന്തിക്കും. അപ്പോൾ ആകാശത്തുള്ള എല്ലാ നക്ഷത്രാദികളും പശുവിൻ്റെ പൃഷ്ഠഭാഗത്തിൽ കൊണ്ടുവരും. നമ്മൾ പശുവിൻ്റെ പൃഷ്ഠഭാഗത്തിൽ വടി കൊണ്ട് തല്ലും, അതിനെ പീഡിപ്പിക്കും അല്ലേ. അപ്പോൾ ഹെവൻലി ബോഡീസിനെ ക്ഷതമേൽപ്പിക്കുകയാണ് പൃഷ്ഠാഗ്രത. അത് പിന്നെ പശുവിൻ്റെ ഹൃദയത്തിൽ അഗ്നിദേവൻ കുടികൊള്ളുന്നു എന്നാണ്. അഗ്നിദേവൻ എന്താ ഈ ആര്യവർഗത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത നോക്കൂ. അത് യുക്തിസഹജമായി സമർത്ഥിക്കുക കേട്ടോ, നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പശുവിൻ്റെ ഹൃദയത്തിൽ അഗ്നിദേവനുണ്ട്. പിന്നെയോ പിന്നെ പറയുന്നു ഈ ഗോമൂത്രേ സ്വയം ജാഷ്ണവി എന്നാണ്. ഗോമൂത്രത്തില് ഗംഗാദേവി സ്വയം ലയിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം ഗംഗാജലത്തിന്റെ പ്രാധാന്യം. അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഗോമൂത്രത്തിനും. അവിടെ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ പഞ്ചഗവ്യൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗോമൂത്രം ഉപയോഗിക്കുന്നത്, ശുദ്ധീകരിക്കേണ്ട പ്രക്രിയയ്ക്കായിക്കൊണ്ട്. അപ്പോൾ ജാഷ്ണവി ദേവി, ഗംഗാദേവി ഗോമൂത്രത്തിൽ നിലകൊള്ളുന്നു. ഗോമയ എന്ന് പറഞ്ഞാൽ എന്താ? ചാണകത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു. ഇപ്പൊ ഏതൊക്കെ ദേവീദേവന്മാർ നമ്മൾ അമ്പലങ്ങളിൽ ആരാധിക്കുന്ന സകലവിധ ദേവീദേവന്മാരും ഈ പശുവിൻ്റെ ഓരോ അനാട്ടമിയിലും അല്ലെങ്കിൽ ഓരോ ശരീര ഭാഗങ്ങളിലും നിലകൊള്ളുന്നു എന്നാണ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് യുധിഷ്ഠിര, നിനക്ക് എത്രമാത്രം പശുക്കളെ ഗോശാലയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത് പ്രോസ്പിരിറ്റി ഓഫ് ദ കൺട്രിയാണ്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയാണ്. ഇന്നും ചില മന്ത്രിമാരും ഗോശാലയൊക്കെ പണി ചെയ്യുന്നുണ്ട്. പണിക്കന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ക്ലിഫ് ഹൗസിലൊക്കെ അല്ലേ, അവർ പറയുമ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഗോശാലകൾ, പല ആശ്രമങ്ങളിലും ഗോശാലകൾ സ്ഥാപിക്കുന്നു. കാരണം നിങ്ങൾ എത്ര കണ്ട് നമ്മുടെ കേരള സംസ്കാരത്തിലും വീടിൻ്റെ തൊട്ടു മുമ്പിൽ പണ്ടെന്തായിരുന്നു? ഒരു തൊഴുത്തായിരുന്നു. ആ തൊഴുത്തിൽ നിൽക്കുന്ന പശുവിനെ കണി കണ്ടിട്ടായിരിക്കണം ഒരു സുദിനം ആരംഭിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പശുവിനെ പകരം മിൽമ പാക്കറ്റിലെ പശുവിൻ്റെ ഫേസ് കണ്ടുകൊണ്ടാണ് ഓരോരുത്തർ ഉണരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ മാന്യ പ്രേക്ഷകർ, പറ്റുമെങ്കിൽ എല്ലാ വീടുകളിലും പവിത്രതയുടെയും പാവനതയുടെയും മൃഗമായി പരിഗണിച്ചു പോരുന്ന ഒരു പശുവിനെ വളർത്തിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും, അതുപോലെ തന്നെ ദൈവികമായ അഭിവൃദ്ധി ഉണ്ടാവും. കാരണം ക്ഷേത്രത്തിലൊന്നും പോണ്ടാന്ന്, എല്ലാ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ ദേവീദേവന്മാരും ഒരു പശുവിൻ്റെ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾക്ക് അവിടെ ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ രാവിലെ പശുവിനെ പ്രദക്ഷിണം വെക്കാമെന്നാണ്. അങ്ങനെ പശുവിനെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ 7 വൻകരകൾ പ്രദക്ഷിണം വെച്ചതിന് തുല്യമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ പണ്ടൊക്കെ ധനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് വിവാഹ വേദിയിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വധുവിന് ദാനമായി നൽകിയിരുന്നു 1000 പശുക്കളെ. അങ്ങനെയൊക്കെ യജ്ഞശാലകളിൽ പുരോഹിതന്മാർക്ക് പശുദാനം ചെയ്തിരുന്നു. അവിടെയൊക്കെ ഇമ്പോർട്ടൻസ് ഓഫ് കൗസ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ അഭിവൃദ്ധിയുടെ, പ്രോസ്പെരിറ്റിയുടെ സിമ്പലാണ് പശു എന്ന് നമ്മൾ സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പശുക്കളെ കൊന്നു തിന്നുന്നതിന് പകരം അതിനെ പ്രോസ്പെരിറ്റിക്ക്, അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് നമുക്കറിയാം. പണ്ട് ഈ ബ്രഹ്മദേവൻ ഒരു സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അഹല്യ എന്നായിരുന്നു അല്ലേ. ഈ അഹല്യയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ ഒരു ഉപാധി വെച്ചിരുന്നു. ഈ 7 വൻകരകളെയും ചുറ്റി ആരാദ്യം വരുന്നുവോ അവനെ ആയിരിക്കും എൻ്റെ പുത്രിയെ നൽകുക എന്ന്. അപ്പോൾ ദ ക്ലവറസ്റ്റ്, ഏറ്റവും കണ്ണിങ് ആയിരിക്കുന്ന ഗൗതമൻ എന്ത് ചെയ്തു? മറ്റു രാജാക്കന്മാരൊക്കെ 7 വൻകരകൾ കറങ്ങാൻ പോയ സമയത്ത് ഗൗതമൻ എന്ത് ചെയ്തു?
ഒരു പശുവിൻ്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്തിട്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു, ഞാൻ 7 വൻകരകളും കണ്ടു. ഇത്ര വേഗത്തിൽ. കാരണം എന്താ, ഈ 7 വൻകരകൾക്കും സമതുല്യമായി നിലകൊള്ളുന്നതാണ് ഒരു പശു. അതുകൊണ്ട് താങ്കളുടെ പുത്രിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അത് പ്രകാരം ഗൗതമന് അഹല്യ വിവാഹം കഴിച്ചു കൊടുത്തു. രാമായണത്തെ അഹല്യാമോക്ഷം അതൊക്കെ നിങ്ങൾ കേട്ട കഥകളാണ്. ഏതായാലും ഇതാണ് പശുക്കളുടെ സംക്ഷിപ്തമായി ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആംഗിളിൽ മാത്രമാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ട്രൈ ടു ടോർച്ചർ കൗസ്. പശുക്കൾ അഭിവൃദ്ധിയുടെ മൃഗങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് നല്ല ചായ കുടിക്കണമെങ്കിലും പശുക്കൾ തരുന്ന നല്ല പാല്, നല്ല തൈര്, നല്ല വെണ്ണ കിട്ടിയാൽ ബിരിയാണിയൊക്കെ വെക്കണമെങ്കിലും നല്ല നെയ്യ് നമുക്ക് വേണം. അത് വിചാരിച്ചിട്ടെങ്കിലും പശുക്കളെ ഉപദ്രവിക്കാതെ നമ്മൾ പവിത്രവും പാവനവുമായി പരിപാലിച്ചു പോരണമെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.